ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു ടെക് വിത്ത് അഭിനവ് എപ്പിസോഡ് നമ്പർ 12. അപ്പോൾ ഒട്ടുമിക്ക പേരും കമൻ്റ് ഇട്ട് പറയുന്നുണ്ട്, അതായത് ഫോൺസിന് മാത്രം ചെയ്യാതെ പ്രൊസസ്സർ അല്ലെങ്കിൽ വേറെ ഒരുപാട് സാധനങ്ങളെ കുറിച്ചൊക്കെ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെയുള്ള കോണ്ടൻറ്റ് കിട്ടുന്ന സമയത്ത് നമ്മൾ എന്തായാലും ആഡ് ചെയ്യും. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഒപ്പീനിയനൊക്കെ പറയുകയാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ വെറുതെ തന്നെ എൻ്റെ ചാനലിൻ്റെ സെക്ഷൻ നോക്കിയ സമയത്ത് നമ്മുടെ വീഡിയോ കാണുന്നതിൽ ഒരു 2% മാത്രമേ സബ്സ്ക്രൈബ് ചെയ്തവരുള്ളൂ. അതായത് ഒരു 100 പേര് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു 2 പേര് മാത്രമേ വീഡിയോസ് കാണുന്നുള്ളൂടേ. ബാക്കി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. നമ്മുടെ ചാനലിൽ സബ്സ്ക്രിപ്ഷൻ ഭയങ്കര കുറവാണ്, ബട്ട് ആ വ്യൂസിനനുസരിച്ച് സബ്സ്ക്രിപ്ഷൻ ഇല്ല ചാനലിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോക്ക് ഒരു 1K ഒക്കെ നോർമലായിട്ട് കിട്ടുന്നുണ്ടെങ്കിലും സബ്സ്ക്രിപ്ഷൻ ഒരു 6K ആ റേഞ്ച് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യേണ്ട. നിങ്ങൾ അത്യാവശ്യം വീഡിയോസൊക്കെ കാണാറുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. കാരണം വെറുതെ ഒരു നമ്പർ എന്ന രീതിയിൽ വേണ്ട. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ വിവോയുടെ X200 സീരീസ് ലോഞ്ച് ചെയ്തു. അതിൻ്റെ പ്രൈസ് വന്നിട്ട് ഏറ്റവും വലിയ വേരിയൻ്റ് X200 പ്രോയുടെ പ്രൈസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 16GB റാമാണ് വരുന്നത്, 512GB. അതിൻ്റെ പ്രൈസ് 94,999 വരുന്നത്, അതായത് 95,000 രൂപ. അതിൻ്റെ ഏറ്റവും താഴെയുള്ള X200 അത് വരുന്നത് 12GB 256GB ആണ്. അതിൻ്റെ പ്രൈസ് വന്നിട്ട് 71,999 വരുന്നത്. 72,000 രൂപ ആ ഒരു പ്രൈസ് പോയിന്റ് വരുന്നുണ്ട്. 95,000 രൂപക്ക് ഇതിൽ വരുന്നത് മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 9400 ആ ഒരു ചിപ്പാണ് വരുന്നത്. ഓൾമോസ്റ്റ് ഒരു 27 lakh ആ റേഞ്ചൊക്കെ തന്നെ ആൻറ്റു സ്കോറൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പം സ്നാപ്ഡ്രാഗൺ 8 Elite ആണെങ്കിലും ആ റേഞ്ച് ആൻറ്റു സ്കോർ മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഏകദേശം ആ റേഞ്ച് പെർഫോമൻസ് ഇതിനും വരുന്നുണ്ട്. ബട്ട് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടാണ് ഇതിൻ്റെ ക്യാമറ വരുന്നത്. കാരണം നിങ്ങൾ ഒരു ഫോണിൽ നിങ്ങൾ ഫോട്ടോ എടുക്കാനാണ് നിങ്ങളൊരു ഫോൺ വാങ്ങുന്നുണ്ടെങ്കിൽ ഐഫോൺ ഒന്ന് പോയിട്ട് വാങ്ങിയേക്കല്ലേ, ഈ ഒരു ഫോൺ വാങ്ങിച്ചോ. ബെസ്റ്റ് ലെവൽ ഓഫ് ഫോട്ടോ നിങ്ങൾക്ക് ഇതിലെടുക്കാൻ വേണ്ടി പറ്റും. വീഡിയോ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഫോട്ടോ നിങ്ങൾക്ക് ദി ബെസ്റ്റ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പറ്റും. കൂടുതലായിട്ട് ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വരും, അതിലെല്ലാം പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോഗ്രാഫിക്ക് വിവോ X200 Pro എന്ന് പറയുന്നത് ബെസ്റ്റാണ്. സൂമിങ് ആണെങ്കിലും എല്ലാം ദി ബെസ്റ്റ് ലെവൽ ഓഫ് ഫോട്ടോഗ്രാഫി നിങ്ങൾക്ക് ഇതിൽ കിട്ടും, നോ ഡൗട്ട്. പിന്നെ മോട്ടറോളയുടെ G35 5G എന്ന മോഡൽ വന്നു. ഒരു 10K റേഞ്ച്, ഒരു 10,000 രൂപയാണ് അതിൻ്റെ പ്രൈസ്. ആ ഒരു പ്രൈസ് പോയിന്റിൽ എല്ലാം ഉണ്ട്. അതിൽ 120 Hz ഡിസ്പ്ലേ വരുന്നുണ്ട്, അതും ഫുൾ HD ആണ്. ഒരു 10,000 രൂപ പ്രൈസ് പോയിന്റിലാണ് നോക്കണം. 15MB ക്യാമറ, അതും 4K സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ എത്രയോ വലിയ ഫോണിലടക്കം 4K വരുന്നില്ല. ആ സമയത്താണ് 10,000 രൂപയുടെ മോട്ടറോള ഫോണിൽ 4K കൊടുത്തത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. യൂണിസോക്കിൻ്റെ ചിപ്സെറ്റാണ്, പക്ഷേ ആ റേഞ്ചിലെ ബെസ്റ്റ് പെർഫോമൻസ് ആ ഒരു ഫോണിൽ വരുന്നുണ്ട്. ആൻഡ് സ്കോർ ഓൾമോസ്റ്റ് ഒരു 4,70,000 ആ റേഞ്ച് കിട്ടുന്നുണ്ട്. അപ്പം ഒരു ബെസ്റ്റ് ഫോൺ ഒരു 10K റേഞ്ചിൽ ഇനിയിപ്പം ആരും ഒന്നും ചോദിക്കേണ്ട 10,000 രൂപയ്ക്ക് ഏതാണ് ബെസ്റ്റ് ഫോൺ എന്നുള്ളത്, പോയി എടുത്തോ, അതാണ് ബെസ്റ്റ്. അതിൻ്റെ അപ്പുറത്ത് വേറെ നല്ല ഫോണില്ല. ഇപ്പം വരെ വേറെ നല്ല ഫോണില്ല. ഇനി വേറെ നല്ല ഫോൺ വരുമ്പോൾ പറയാം. ഇപ്പം നിങ്ങൾ ഫോൺസൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ 10K റേഞ്ച് വാങ്ങുന്നുണ്ടെങ്കിൽ നോ ഡൗട്ട് ക്ലിയർലി ഞാൻ പറയാം, മോട്ടറോള G35 5G ദി ബെസ്റ്റ് ഫോൺ. അതുപോലെ തന്നെ നമ്മുടെ ലാവയുടെ ഒരു ഫോൺ കൂടെ വരുന്നുണ്ട്. ലാവയുടെ ബ്ലേസ് ഡിയോ എന്ന് പറഞ്ഞൊരു മോഡൽ. അതിൻ്റെ ബാക്കിൽ മറ്റേ ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. അതും അമോലഡ് ആണ്. ഒരു 1.58 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് ബാക്കിൽ വരുന്നത്. ഇതിന് മുമ്പേ വേറൊരു ലാവ ഫോണിലൊക്കെ വന്നു, അതിനൊരു 25,000 രൂപ റേഞ്ച് 20,000 രൂപ റേഞ്ച് ഫോണായിരുന്നു. ഇത് അതിനും കൂടെ ചേർത്താണ്. ഡിസൈൻ വൈസ് ഇല്ല ഗുണമൊന്നുമില്ല, എന്നാലും ബാക്കിൽ ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. അതിനുള്ള പൂച്ച ഇതിലുണ്ടോ നമുക്കറിയില്ല, അത് വരുന്ന സമയത്ത് മാത്രമേ അറിയുള്ളൂ. ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 16th ഡിസംബറിനാണ്. സോ അടുത്ത വീക്കിൽ ഇതും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം എന്തായാലും ചെയ്യുന്നതായിരിക്കും. പിന്നീട് ഇതിൽ വരുന്നത് മറ്റേ മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 7025 എന്ന ചിപ്സെറ്റൊക്കെ വരുന്നുണ്ട്. സോ നമുക്ക് നോക്കാം, ലോഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ഫോൺ കൂടി അടുത്ത വീക്ക് വരുന്നുണ്ട്. പിന്നെ വേറൊരു ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത് റിയൽമിയുടെ 14X എന്നൊരു മോഡൽ വരുന്നുണ്ട്. ആ ഒരു ഫോണിൽ IP69 IP റേറ്റിംഗ് വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് under 50K ആയിരിക്കും എന്നാണ് ഇവർ തന്നെ ഒഫീഷ്യലായിട്ട് തന്നെ പേജിൽ പറയുന്നുണ്ട്. കാരണം റൂമേഴ്സും കാര്യങ്ങളൊന്നും തന്നെ അല്ല.
അത് 15,000 രൂപയുടെ ഫോണിൽ IP69 റേറ്റിംഗ് വരുന്ന ഫോൺ. വന്ന് IP റേറ്റിംഗ് ഒന്നും വിലയില്ലാത്തൊരു അവസ്ഥയായി. കാരണം ബാക്കിയുള്ള ഫോൺ മോഡൽസ് അല്ല ഇനിയിപ്പം എല്ലാ ഫോണിലും IP റേറ്റിംഗ് ഇറക്കേണ്ട അവസ്ഥ വന്നു. ഇങ്ങനെ ഓരോ ഫോണിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ടില്ല. വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ലോഞ്ച് ഇവൻറ്റ് വെച്ചിട്ടുള്ളത് അടുത്ത വീക്കിലാണ്. എനിക്ക് തോന്നുന്നു, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, ഒരു 18-ാം തീയതിയാണ് തോന്നുന്നത്. അടുത്ത നെക്സ്റ്റ് 18th ഡിസംബറിനാണ് ഇതിൻ്റെ ലോഞ്ച് വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഡീലായിട്ട് പറയാം ഇതിനെപ്പറ്റി. ഇത് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള ഷോകാണോ എന്നുള്ളത് അന്നറിയാം. എന്നാലും IP69 റേറ്റിംഗ് വരുന്നുണ്ട്. വലിയ ഉപയോഗമൊന്നും ഇല്ലടേ ഇത് വെച്ചുകൊണ്ട്. ഇതൊക്കെ വെച്ചുകൊണ്ട് ആരും എന്തായാലും വള്ളത്തിൽ നിന്ന് ഒപ്പം നോക്കിയാലും മുക്കാനൊന്നും പോകുന്നില്ല ഫോൺ. പക്ഷെ അതിലുണ്ട്, ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻസ് ഓക്കെ ആണെങ്കിൽ നല്ലതാണെന്നേ പറയാൻ പറ്റും. പക്ഷെ ഇത് മാത്രം കൊടുത്തിട്ട് ബാക്കിയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം ഉണ്ടാവില്ല. കാരണം ഇത് അൺയൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. വല്ലപ്പോഴെങ്കിലും നമുക്ക് ഫോൺ ഒന്ന് ഇതാക്കാൻ വേണ്ടി പറ്റുന്നല്ലാതെ ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറൊന്നും തന്നെയല്ല. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് നോക്കാം. സ്പെസിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ മാത്രം നല്ലതാണെന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പ്സിൽ മേലെ ആയിട്ട് ഇനിയിപ്പോൾ എത്ര പേര് ഓൺലൈനിൽ ഉണ്ടാവും എന്നൊക്കെ കാണിക്കും. അത് ബാക്കിയുള്ള ടെലിഗ്രാമിലൊക്കെ ഉണ്ടെന്നൊക്കെ തോന്നുന്നു. പക്ഷേ വാട്സപ്പിൽ ആ ഒരു ഫീച്ചർ വരുന്നുണ്ട്. പിന്നീട് ആമസോൺ ഇനി തൊട്ട് ക്യാഷ് ഓൺ ഡെലിവറിക്ക് ഒരു 7 രൂപ എക്സ്ട്രാ പേയ്മെൻറ്റ് ചോദിക്കുന്നുണ്ട്. ഓൾറെഡി അത് ഫ്ലിപ്കാർട്ടൊക്കെ പണ്ടേ ഇംപ്ലിമെൻറ്റ് ചെയ്ത സംഭവമാണ്. അപ്പം ആമസോണിലത് വരുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിൽ അറിയാലോ, മറ്റേ 20 രൂപ അതിന് ക്യാൻസലേഷൻ ഫീ വാങ്ങുന്നുണ്ട്. പക്ഷേ അതിനൊരു ടൈം ലിമിറ്റ് ഉണ്ട്. ഇപ്പോൾ ഓൾറെഡി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയും ഈ സമയത്തിനുള്ളിൽ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ സീനില്ല, അതിന് ശേഷമാണെങ്കിൽ 20 രൂപ എന്തായാലും ചാർജ് ചെയ്യും. അപ്പോൾ ഇത്ര ടൈം ലിമിറ്റ് ഉണ്ട്. ആ ടൈം ലിമിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ എത്രത്തോളം ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് അറിയില്ല. എന്നാലും ആ ഒരു ടൈം ലിമിറ്റ് ഫ്ലിപ്കാർട്ടിൽ വരുന്നുണ്ട്. പിന്നീട് നത്തിങ് OS, അതായത് CMF ഫോൺ 1 ബീറ്റ വേർഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, Android 15. അപ്പോൾ CMF ഫോൺ 1 ഒക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് നോക്കുക എങ്ങനെയുണ്ട് എന്നുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ അടുത്ത ഒഫീഷ്യലായിട്ട് ഒരു മാത്രം ചെയ്താൽ മതി. ഇപ്പം വെറുതെ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോയിട്ട് നോക്കുക എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് മെയിനായിട്ട് പറയുന്നത്. കാരണം ഫോൺസ് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ കുറേ ഓരോ ദിവസം അനുസരിച്ച് ഇങ്ങനെ ഫോൺ ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത വീക്കാണെങ്കിൽ അപ്പുറത്തെ വീക്കാണെങ്കിൽ ഇനി ഒരുപാട് ഫോൺസ് വരാനുണ്ട്. അടുത്ത മാസമൊക്കെ ആണെങ്കിൽ ഈ മാസം തന്നെ ഒരുമാതിരി എത്രയോ ഫോൺസ് ഇറങ്ങി ഇപ്പം തന്നെ. അപ്പോൾ ഈ വീഡിയോ പറ്റിയുള്ള ഒപ്പീനിയൻ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ടെക് അപ്ഡേറ്റ്സിൻ്റെ വീഡിയോസിന് ഈ ടെക് വിത്ത് അഭിനവിൻ്റെ വീഡിയോക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള വ്യൂ കുറവാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാം. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഫൺ അഭിനവ് സൈനിങ് ഓഫ്. ബൈ.